1,25,000 കോടി ബോറോയിങ് 5 വർഷം കൊണ്ട് കുറഞ്ഞു എടുക്കുന്നത്. കണക്ക് നോക്കുമ്പം 38% നമ്മുടെ GSDPയുടെ 38%-ലധികമായിരുന്ന കേരളത്തിൻ്റെ ആകെ കടം ഇപ്പോൾ 34-ലേക്ക് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വലിയ വെട്ടിക്കുറവ് വന്നു. അതിൻ്റെ കൂടെ ഞാനീ പറഞ്ഞ ഡിവിസീവ് പൂളിൽ നിന്ന് തരേണ്ട പണം കുറഞ്ഞു. ഇങ്ങനെ ഓരോന്നും തരുന്ന കുറച്ച് തൊഴിലുറപ്പ് പോലെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ CSS സ്കീമുകളിലൊക്കെ വന്ന വ്യത്യാസം നിങ്ങൾക്കറിയാം. അതിന് കൂടാണ് ഇപ്പോൾ ബോറോയിങ്ങിൻ്റെ കട്ടിങ് വന്നത്. ഇത്രയും ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെ ശ്വാസം മുട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. എങ്ങനെയാണ് ഇത്? വ്യക്തിപരമായി ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഇക്കാര്യം വളരെ ആശങ്കയോടുകൂടി പറയേണ്ട ഒരാളല്ല ഞാൻ. കാരണം വ്യക്തിപരമായ പ്രശ്നമല്ല ഇത്. കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ പ്രശ്നമാണ്. കേരളത്തിലെ ഇടതുപക്ഷ പ്രവർത്തകരുണ്ട്, വോട്ടർമാരുണ്ട്, UDF ഉണ്ട്, BJP ഉണ്ട്. പക്ഷേ കേരളത്തിനാകെ കിട്ടേണ്ട പണത്തിനകത്ത് ഈ വരുന്ന കുഴപ്പം, ഈ വരുന്ന വെട്ടിക്കുറവ്, അതെങ്ങനെയാണ് കേരളത്തിൻ്റെ ഓരോ മേഖലയും ബാധിക്കുക എന്നുള്ളത് നമ്മൾ കാണണം. എല്ലാ മേഖലയും ബാധിക്കുന്ന തരത്തിലേക്കുള്ള തീരുമാനമെടുത്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് പോകുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടം കൂടി വരുന്ന സമയത്ത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇന്നലെയാണ് ആ കത്ത്, രാത്രിയിലാണ്, വൈകിട്ടാണ് വന്നേക്കുന്നത്. കൂടുതൽ ചർച്ചകൾ അതിനെ സംബന്ധിച്ച് നടത്തണം. ഇങ്ങനെ നിങ്ങൾക്കറിയാം, പിന്നെ ഒരു 5,000 കോടി എന്ന് പറഞ്ഞാൽ ഒരു വർഷം ആകെ എടുക്കുന്ന ബോറോയിങ്ങിൻ്റെ നല്ലൊരു ഭാഗമാണ് 6,000 കോടി, 5,900. അത് അതനുസരിച്ചിട്ട് ഓരോ കൃത്യമായി നേരെ പ്രൊജക്റ്റ് ചെയ്ത് ഓരോ ദിവസവും ഓരോ മാസവും ചെയ്യേണ്ട കാര്യങ്ങൾ പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് ഏത് വകുപ്പും കാര്യങ്ങൾ ചെയ്യുക, ഗവൺമെൻറ് ചെയ്യുക. അവിടെയാണ് ഇത് വന്നേക്കുന്നത്. അപ്പോൾ ഇത്രയും ഒരു പിന്നെ വളരെ പ്രതികാരപരമായും ശ്വാസം മുട്ടിക്കുന്നതായ 2 കാര്യങ്ങൾ. തൊഴിലുറപ്പെന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ട 13 ലക്ഷം 9 കോടി തൊഴിൽ ദിനങ്ങൾ ചെയ്തിരുന്ന ആളുകൾക്ക് അവർക്ക് എന്ത് വരുമാനം ഇനി കിട്ടാൻ പോകുന്നത്? അവരെങ്ങനെ അവരുടെ ചെറിയ ചെറിയ വരുമാനം കിട്ടും? അവരെങ്ങനെ ജീവിക്കും? അപ്പോൾ ഈ തരത്തിലുള്ള നിലപാടുകൾ എടുക്കുന്ന ഒരു അങ്ങേയറ്റം പ്രതിഷേധാർഹമായ കാര്യമാണ് ഇത്. കോപ്പറേറ്റീവ് ഫെഡറലിസം അല്ല, കൊയേഴ്സീവ് ഫെഡറലിസം അല്ല, ഒരു ഫെഡറലിസത്തിൻ്റെ അംശവും ഇല്ല. വെറും ഡിപ്പാർട്ട്മെൻറ്റ് പോലും ആക്കാതെ, ഡിപ്പാർട്ട്മെൻറ്റുകൾക്കുള്ള അവകാശം പോലും ഇല്ലാതെ ഒരു സംസ്ഥാനത്തെ, കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അത് കേരളത്തിൻ്റെ ആകെ ഒരു പ്രതിഷേധം വരേണ്ട കാര്യമാണ്. എല്ലാവരുടെയും പ്രതിഷേധം വരേണ്ട ഒരു പ്രശ്നമാണ്. അത് പ്രതിഷേധം വേറൊന്നുമല്ല, ആരുടെയും വൈരാഗ്യം കാണിക്കാനല്ല. ഇത് തിരുത്തി കേരളത്തിന് അർഹമായത് കിട്ടണം. കാരണം ഏത് ഗവൺമെൻറ് ആയാലും 1,25,000 കോടി 5 വർഷം കൊണ്ട് കുറഞ്ഞെന്ന് പറഞ്ഞാൽ കിട്ടേണ്ട വരുമാനം മറ്റൊരു 1,20,000 കോടി കുറഞ്ഞെന്ന് പറഞ്ഞാൽ 5 ലക്ഷം കോടി കേരളത്തിൽ കഴിഞ്ഞ 5 വർഷമായി നിക്ഷേപിക്കപ്പെടേണ്ട, കേരളത്തിൻ്റെ ഫ്യൂച്ചർ ജനറേഷൻ ഉൾപ്പെടെ കിട്ടേണ്ട പണം നമുക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളെ ഹനിക്കുന്നതാണ്, അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ആ കാര്യം കത്തുകളിൽ കൂടി മാത്രം പറഞ്ഞാൽ പോരാ, പബ്ലിക്കായി പറയണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചത്. ക്ഷേമ പെൻഷൻ മുടങ്ങുന്ന കാര്യത്തിലേക്ക് മാത്രമല്ലല്ലോ, ക്ഷേമ പെൻഷൻ്റെ പ്രശ്നം മാത്രമല്ല. ഒരു 10,000-12,000 കോടി രൂപയായിരിക്കും ഒരു ലാസ്റ്റ് ക്വാർട്ടറിലേക്കൊക്കെ കിട്ടാനുണ്ടാവുക. കണക്കുകൾ ഓരോ ഘട്ടത്തിലും അങ്ങനെയാണ്. നിങ്ങൾക്ക് കണക്കെല്ലാം കൃത്യമായി അറിയാം. കഴിഞ്ഞ പ്രാവശ്യം 39,000 കോടിക്ക് അടുത്താണ് നമ്മൾ 3 ക്വാർട്ടറിൽ 9 മാസത്തേക്ക് കിട്ടുന്നത്. ലാസ്റ്റിലെ ക്വാർട്ടറിൽ അതിൻ്റെ ബാക്കി. അതിനകത്ത് നേരെ പിന്നെ ഇത്രയും കുറവ് വരുമെന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയും ബാധിക്കുമല്ലോ. അല്ല, മേക്കപ്പ് ചെയ്യാനുള്ള നടപടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒരു വർഷം 100 കോടി രൂപയുടെ പരസ്യം കിട്ടുന്ന സ്ഥാപനത്തിന് 80 കോടി കട്ട് ചെയ്താൽ പിന്നെ നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്ന അതിനകത്തിട്ടല്ലേ മേക്കപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ മന്ത്രിയായി ചുമതല ഏറ്റെടുക്കുന്ന വർഷം, 2ാം പിണറായി സർക്കാരിൻ്റെ ആദ്യത്തെ വർഷം, ഞങ്ങൾക്ക് അതിന് തൊട്ടുമുമ്പത്തെ ആകെ ടാക്സും നോൺ ടാക്സ് വരുവാൻ 54,000 കോടിയായിരുന്നു. ഈ വർഷം അത് 1 ലക്ഷം കോടിയെങ്കിലും ആവും. അത്രയും നമ്മൾ ടാക്സ് വർദ്ധിപ്പിക്കാതെ തന്നെ ഇത്രയും വന്നിട്ടുണ്ട്. ടാക്സ് വർദ്ധിപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ മദ്യവും പെട്രോളും ഡീസലും നമുക്ക് ആകെ എടുക്കാൻ പറ്റുക. മദ്യത്തിന് കഴിഞ്ഞ 5 വർഷമായിട്ട് ടാക്സ് കൂട്ടിയിട്ടില്ല. കൂട്ടാത്തത് മദ്യം കൂടുതൽ കഴിച്ചോട്ടെ എന്ന് വെച്ചല്ല, ഡ്രഗിൻ്റെ ഒരു വലിയ അപകടകരമായ അവസ്ഥ വരുന്നു. അതുകൊണ്ട് മദ്യത്തിന് വില കൂടുന്നത് നിയന്ത്രിക്കണം. ആകെ ഒരു പിന്നെ 10 രൂപ 20 രൂപ സെസ് ഏർപ്പെടുത്തില്ല ഒരിക്കൽ മാത്രം, അതല്ലാതെ വർദ്ധിപ്പിച്ചിട്ടില്ല. പെട്രോളിനും ഡീസലിനും വർദ്ധിപ്പിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് വെറുതെ വർദ്ധിപ്പിക്കാൻ പറ്റില്ല. ആകെ വർദ്ധിപ്പിക്കാൻ പറ്റുന്നത് GST പോലുള്ള കാര്യങ്ങളിലാണ്, അല്ലെങ്കിൽ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുക. പണ്ട് പുകയില നമുക്കായിരുന്നു, എല്ലാ ടാക്സും നമുക്കായിരുന്നു. ഇപ്പം പുകയില ഉൾപ്പെടെ പ്രത്യേക സെസ് വഴി അവർ ടാക്സ് ഏർപ്പെടുത്താൻ പോകും. ടാക്സ് റേറ്റുകൾ 3-4 ആയിട്ട് ചുരുക്കി.